ഗുഡ്നെസ് ടി വി ചാനലിൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് 12-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്ന അടയാളങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠന വിഷയമാക്കുന്നത്. വെളിപാട് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആകാശത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിലെ വലിയ അടയാളമായ സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീ ആരെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്തു. പ്രഥമമായിട്ടും സഭയുടെ പ്രതീകമാണ് അവളെന്ന് നാം കണ്ടു. ആദ്യ ഭാഗത്ത് സ്വർഗീയ മഹത്വത്തിൽ വിരാജിക്കുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ദൈവജനത്തെ അവതരിപ്പിക്കുന്നു. അവൾ ചന്ദ്രനെ പാദപീഠമാക്കിയവളാണ് എന്ന് വെച്ചാൽ വ്യാജാരാധനയെയും അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളെയെല്ലാം കീഴ്പ്പെടുത്തിയവളാണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ 12 നക്ഷത്രങ്ങളുടെ കിരീടം ധരിച്ചവളാണ്. അതായത് യേശുവിനോട് കൂടെ നിൽക്കുന്നതിന്, ദൈവിക മഹത്വത്തിൽ വ്യാപരിക്കുന്നതിന് അവൾക്ക് ലഭിക്കുന്ന പ്രതിഫലം തന്നെയാണ്. വെളിപാട് 2-3 അധ്യായങ്ങളിലൊക്കെ പല പ്രാവശ്യം ഈ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഭ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് കഴിയുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന ആ പ്രതിഫലങ്ങൾ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യ ഭാഗത്ത് സ്വർഗത്തിലെ വലിയ അടയാളത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗത്ത് മറ്റൊരു അടയാളം. ഇവിടെ പഴയ പരിഭാഷയിൽ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കണ്ടു എന്നുള്ളത് പുതിയ പരിഭാഷയിൽ അല്പം മാറ്റി ആകാശത്തിൽ എന്നാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് സംശയം വരാതിരിക്കാനാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ ഈ ഒരു അവിടെ പ്രത്യക്ഷപ്പെടുക, സർപ്പം പ്രത്യക്ഷപ്പെടുക എന്ന് ചോദിക്കാതിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചായിരുന്നു, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദം ഊറാനുസ് എന്നത് അത് അഭൗമികമായ തലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അഭൗമികമായിട്ടുള്ള ശക്തിയുടെ ഒരു സ്ഥലം എന്ന അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. അതായത് ദൈവമുള്ള ആ ദൈവിക മേഖലയെ എന്നല്ല അർത്ഥമാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പുതിയ പരിഭാഷയിൽ ആകാശത്തിൽ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. അവിടെയും ചെറിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നു. ആദ്യത്തേതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വലിയ ഒരു അടയാളം കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരടയാളം. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രം കുറച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു മറ്റൊരു അടയാളത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പോൾ അഭൗമികമായ തലത്തിലുള്ള ആകാശതലത്തിലുള്ള ആ തിന്മയുടെ ശക്തിയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് തീ നിറമുള്ള ഒരു മഹാവ്യാളിയെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെയും ആ സ്ത്രീയുടെ ചിത്രത്തിൽ എന്ന പോലെ ഇവിടെയും പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ചില ചിത്രങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിഹാസങ്ങളിൽ തിന്മയുടെ രൂപമായിട്ടുള്ള മഹാസർപ്പങ്ങൾ, അതുപോലെ തന്നെ യുദ്ധപരാക്രമികളായിട്ടുള്ള ചുവപ്പ് നിറമുള്ള ഭീകരജീവികൾ എല്ലാം പലയിടത്തുമൊക്കെ ചിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഭീകര സത്വങ്ങളെല്ലാം പല പുരാണ ചരിത്രങ്ങളിലും ഒക്കെ ഭീകരജീവികളായിട്ടൊക്കെയാണ്, അല്ല ചുവപ്പ് നിറമുള്ള തീ വമിപ്പിക്കുന്ന ജീവികളൊക്കെ ആയിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി പഴയ നിയമത്തിലും ഈ തിന്മയുടെ പ്രതീകങ്ങളായിട്ടുള്ള ലവ്യാഥനും റാഹാവും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം ഏശയ്യായുടെ പുസ്തകത്തിൽ 27-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലവ്യാഥനെ, പുളഞ്ഞു പായുന്ന ലവ്യാഥനെ ശിക്ഷിക്കും, സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അപ്പോൾ
അവിടെയും ആ ഒരു തിന്മയുടെ പ്രതീകമായിട്ടുള്ള, അപ്പോൾ സമുദ്രത്തിലുള്ള ആ ലെവിയാത്തൻ അത് തിന്മയുടെ ഒരു പ്രതീകം തന്നെയാണ്. അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിലും ഇതിന് നമ്മൾ റാഹാബ് എന്ന് പറയുന്ന ഭീകരജീവിയെ കാണുന്നുണ്ട്. ജോബ് 26-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇവിടെ പറയുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്ത് കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇപ്പോൾ പഴയ നിയമത്തിലും ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികളെ ഈ ഭീകര ജീവികളായിട്ട് സർപ്പങ്ങളായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി ഇതൊക്കെ അനേക തലകളുള്ള ഒരു ഭീകരജീവിയായിട്ടൊക്കെയാണ് അവതരിപ്പിക്കപ്പെടുക. ഉദാഹരണത്തിന് സങ്കീർത്തനം 74:14 അനേകം തലകളോടുകൂടിയ കടൽ സർപ്പമായിട്ട് തിന്മയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി ഈ തിന്മയുടെ ചിത്രങ്ങൾ വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 8:44. അപ്പോൾ അവിടെ ആദ്യം മുതലേ കൊലപാതകിയായിട്ടുള്ള സാത്താനെക്കുറിച്ച് 44-ാമത്തെ വാക്യം, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ പിതാവിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അപ്പോൾ ഈ സാത്താൻ ആദ്യം മുതലേ കൊലപാതകിയായിട്ടുള്ളവനായിട്ട് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ വെളിപാട് 12 ഒക്കെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അനാദി മുതലുള്ള സാത്താനെയും അവിടെയും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ പുരാണ ഇതിഹാസങ്ങളിൽ പോലെ തന്നെ പഴയ നിയമത്തിലുമൊക്കെ ഇവിടെ തിന്മയുടെ ശക്തിയെ, സർവ്വവ്യാപിയായിട്ടുള്ള തിന്മയുടെ ശക്തിയാണ് ഈ ഭീകരജീവിയുടെ പ്രതീകത്തിലൂടെ ഒക്കെ അവതരിപ്പിക്കുന്നത്. ഇനി ഇവയുടെ അഗ്നി നിറം എന്ന് പറയുന്നത്, ആ ചുവപ്പ് നിറം എന്ന് പറയുന്നത് അത് അക്രമവും രക്തച്ചൊരിച്ചിലും ഒക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വയലൻസ്, അപ്പോൾ അതിൻ്റെ പ്രതീകമാണ് ഇതിൻ്റെ ചുവപ്പ് നിറം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ഇതിഹാസങ്ങളിലുള്ള പല ഭീകരജീവികളുടെയും നിറം ചുവപ്പാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അത് രക്തച്ചൊരിച്ചിലിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇതിനൊക്കെ അപ്രകാരം അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിന് 7 തലകളുള്ളതായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു. അതും നമ്മൾ ഇതിഹാസങ്ങളിലുള്ള ആ ചിത്രങ്ങളിൽ കാണുന്നതൊക്കെ തന്നെയാണ്. ഉദാഹരണം ടൈഫോൺ 100 സർപ്പതലകളുണ്ട് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ദാനിയേൽ 7:7 4-ാമത്തെ മൃഗത്തിന് 10 കൊമ്പുകളുള്ളതായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ദാനിയേലിൻ്റെ ചിത്രത്തിലും ഇതുപോലുള്ള പ്രതീകങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി ഈ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഇത് സ്വർഗത്തിൽ നിന്ന് നക്ഷത്രങ്ങളെയെല്ലാം താഴേക്ക് വലിച്ചിട്ടു. അപ്പോൾ അതിന് 7 കിരീടങ്ങൾ, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ 7 തലകളുള്ള ഈ ജീവി അത് നക്ഷത്രങ്ങളെ താഴേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ നക്ഷത്രങ്ങളെ താഴേക്ക് വലിച്ചെറിയുന്നത് പല വിധത്തിലൊക്കെ വ്യാഖ്യാനിക്കാം. ഒന്ന്, താഴേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ അഭൗമികമായിട്ടുള്ള ശക്തിയെ അത് പ്രകടമാക്കുന്നു. ഇനി അതിലെ ഒരു ഭാഗത്തെ മാത്രം അത് താഴേക്ക് വലിച്ചിടുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ശക്തി പരിമിതം മാത്രമാണ്. അപ്പോൾ എല്ലാത്തിനെയും വലിച്ചിടാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പരിമിതമായിട്ടുള്ള ശക്തി തന്നെയാണ് എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെയും ഈ വ്യാളിക്ക് എന്ന പോലെ മൃഗത്തിനും 7 തലയും 10 കൊമ്പും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇനി ദാനിയേലിൻ്റെ ചിത്രത്തിൽ അവിടെ നക്ഷത്രങ്ങളെയെല്ലാം താഴേക്ക് ഒക്കെ വലിച്ചിടുന്നതിന് വേറെയും ചില അർത്ഥങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ 7 തലയും 10 കൊമ്പും എന്ന് പറയുന്നത് ഈ ജീവിയുടെ സീമാതീതമായിട്ടുള്ള ശക്തിയെ ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ 7 വെളിപാടിലൊരു പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. അപ്പോൾ 7 തല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്
ആ ദൈവീക ശക്തി അത് സ്വയം ഭാവിക്കുന്നതായിരിക്കാം എന്നാണ് ചിലരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് ദൈവത്തിനുള്ളതുപോലെ സമ്പൂർണ്ണമായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് കാണിക്കുവാനായിട്ടാണ് ഈ 7 തല ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് പിന്നീട് കൊല്ലപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കിരീടം എന്ന് പറയുന്നത് അതും അധികാരത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അപ്പോൾ നശ്വരമായ ലോകത്തിൻ്റെ മേലുള്ള അധികാരമാണ് ഈ കിരീടങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആധിപത്യം ഈ ഭൗമിക ശക്തികളുടെ മേൽ മാത്രമാണ്. അപ്പോൾ ഈ വ്യാളി ഇവിടെ 7 തലയും 10 കൊമ്പുമൊക്കെയുള്ള വ്യാളി എന്ന് പറയുന്നത് അത് സാത്താനെ മാത്രം സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ ഭൂമിയിൽ സന്നിഹിതമായിരിക്കുന്ന എല്ലാ തിന്മയുടെ സംവിധാനങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ തിന്മയുടെ സാമ്രാജ്യങ്ങളെയും, അപ്പോൾ ഭൂമിയിലുള്ള തിന്മയുടെ അവസ്ഥ മുഴുവൻ ഇത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ 7 കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 7 കിരീടങ്ങൾ ധരിച്ചവൻ, അതായത് ക്രിസ്തുവാണ് രാജാക്കന്മാരുടെ രാജാവ്, രാജാധിരാജൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു അധികാരം ഒക്കെ ഇതും അവകാശപ്പെടുന്നതാകാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഈ കാണുന്ന തിന്മയുടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തിന്മയുടെ ശക്തിയാണ് ഈ ഒരു പ്രതീകത്തിലൂടെ യോഹന്നാൻ ചിത്രീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഈ ഒരു ചിത്രം അത് പഴയ നിയമത്തിലെ സ്ത്രീയുടെയും സർപ്പത്തിൻ്റെയും ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ആദി സർപ്പവുമായിട്ടുള്ള ശത്രുതയാണ് ഉൽപ്പത്തിയിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ അതിനോട് സമാനതയുള്ളതാണ് ഇവിടെയുള്ള വിവരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ഈ സർപ്പം അത് പഴയ നിയമത്തിൽ അത് പലപ്പോഴും തിന്മയുടെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ വ്യാളിയോടാണ് അവർ ഉപമിച്ചിരുന്നത്. ഉദാഹരണം ബാബിലോൺ എന്ന വ്യാളി. അപ്പോൾ ആ സിയോൺ പുത്രിയെ ആക്രമിക്കുന്ന മറ്റു രാജ്യങ്ങളെല്ലാം ഒരു വ്യാളിയോട് ഉപമിക്കുന്നത് ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ബാബിലോൺ എന്ന് പറയുന്ന ഒരു അവിശ്വസ്ത സമൂഹം അല്ലെങ്കിൽ വിജാതി സമൂഹം ഇവരെ ആക്രമിക്കുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി ഇവിടെ ഈ മൃഗം ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തെ പിൻചെല്ലുന്ന ദൈവിക ജനതയെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആ പ്രതീകത്തിന്, വലിയ പ്രതീകത്തിന് സമാന്തരമായിട്ട് മറ്റൊരു പ്രതീകത്തെ യോഹന്നാനോട് അവതരിപ്പിക്കുന്നു. വ്യാളിയുടെ പ്രതീകത്തിലൂടെ അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തിന്മയുടെ ഒരു അവതരണമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു വ്യക്തിയായിട്ടോ ഒരു സംവിധാനമായിട്ടോ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടോ മാത്രം കാണേണ്ടതില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. ഇനി അതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള വിവരണങ്ങൾ 4-ാമത്തെ വാക്യം ഇപ്രകാരം ആരംഭിക്കുന്നു. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി താഴേക്ക് എറിഞ്ഞു. അപ്പോൾ അത് പൈശാചിക ശക്തിയുടെ ഭയാനകത സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇത്. ഇനി ഇവിടെ ഉള്ള ഈ ചിത്രീകരണം ദാനിയേലിൻ്റെ പുസ്തകത്തിലുള്ള ആ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചില വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദാനിയേൽ 8:10 അന്ത്യോക്കസ് 4 ജെറുസലം അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെ ആക്രമിക്കുന്നത്, പീഡിപ്പിക്കുന്നത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നക്ഷത്രങ്ങളെയൊക്കെ താഴേക്ക് വലിച്ചെറിയുന്നത് ആ വിശുദ്ധ ജനമാകുന്ന നക്ഷത്രങ്ങളെയാണ് താഴേക്ക് വലിച്ചിടുന്നതായിട്ടൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളെ കീഴടക്കുന്നത് അത് വിശുദ്ധ ജനത്തെ താഴേക്ക് കീഴടക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ സ്വർഗീയ തലത്തിലുള്ള എല്ലാത്തിനെയും താഴേക്ക് വലിച്ചിടുന്ന വ്യാളി എന്താ ചെയ്യുന്നത്? ആ സ്വർഗീയ തലം കൈയടക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അധികാരി താനാണ് എന്ന് സ്ഥാപിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ്. എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് വ്യാളി ഇവിടെ നടത്തുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളിൽ
കുറേ ഭാഗത്തെയെല്ലാം കുറച്ചെല്ലാം താഴേക്ക് വലിച്ചിടുന്ന വ്യാളി പിന്നീട് അതിനെ തന്നെ താഴേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ എന്ന് യോഹന്നാൻ പറയുന്നു. ഇനി നക്ഷത്രങ്ങളെ താഴേക്ക് വലിച്ചിടുന്നതിന് വേറെയും ഒരു വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഈ നക്ഷത്രങ്ങളെ താഴേക്ക് വലിച്ചിടുന്നത് വിശുദ്ധ ജനത്തെ താഴേക്ക് വലിച്ചിടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതായത് അവിശ്വസ്തത കാണിക്കുന്ന ജനത്തെ സൂചിപ്പിക്കുവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തിന്മയുടെ എല്ലാം പ്രലോഭനങ്ങളിൽപ്പെട്ട് വിജാതി ആരാധനയുടെയൊക്കെ പ്രലോഭനങ്ങളിൽ പെട്ട് പീഡനങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ അവർ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് അവർ തിന്മയുടെ വഴിയിലൂടെ ചരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. അപ്പം അങ്ങനെയെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ക്രൈസ്തവരെ ഇത് സൂചിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ ചിലരൊക്കെ വ്യാഖ്യാനിക്കും. ഇപ്പോൾ 1/3 താഴേക്ക് വലിച്ചിടുന്നു. അന്നുണ്ടായിരുന്ന ആ ദൈവജനത്തിൽ കുറേ പേര് എല്ലാം വഴിതെറ്റിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്ന് ഒരു അർത്ഥം വേണമെങ്കിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിന്മയുടെ ആ ശക്തി, ഭീകരരൂപം പൂണ്ട ശക്തി, അത് തൻ്റെ ശക്തി പ്രകടിപ്പിച്ച് ദൈവിക തലത്തിൽ വ്യാപരിക്കുന്ന കുറേ പേരെയെങ്കിലും വഴിതെറ്റിക്കുവാനായിട്ട് ഇവയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരാധന സമൂഹത്തെ അത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി 4-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ഭാഗം, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ്. അപ്പോൾ എന്താണ് ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ മനുഷ്യർ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന മെസ്സിയാനിക രക്ഷ തന്നെയാണ് ആ ഒരു കുഞ്ഞ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ ആ രക്ഷ തന്നെ ഇല്ലാതാക്കുവാനായിട്ട് ഉള്ള ശ്രമം. അപ്പോൾ നമ്മൾ ദൈവം കൊണ്ടുവരുന്ന രക്ഷയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് ഫറവോയുടെ കഥയിൽ, അപ്പോൾ യഥാർത്ഥത്തിൽ ആ ദൈവജനത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഇസ്രായേൽ ജനം എവിടേക്കാണ് ഓടി ഒളിക്കുന്നത്? മരുഭൂമിയിലേക്ക്. ഇവിടെയും നമ്മൾ ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടി ഒളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറോദേസ് യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് എല്ലാ ശിശുക്കളെയും വധിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യേശുവിനെ അല്ലെങ്കിൽ രക്ഷ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവിടെയും യൗസേപ്പും മറിയവും യേശുവും എല്ലാം ഈജിപ്തിലേക്ക് ഒക്കെ ഒളിച്ചോടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രലോഭന കഥയിലെ സാത്താൻ ചെയ്യുന്നത് എന്താണ്? അവിടെയും ഈ രക്ഷ ഇല്ലാതാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ യേശുവിനെ വഴിതെറ്റിക്കുവാനായിട്ടാണ് സാത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന ഒന്നാണ്, ഈ ദൈവം കൊണ്ടുവരുന്ന രക്ഷയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് തിന്മയുടെ ശക്തികൾ സർവ്വസന്നാഹങ്ങളോടെ അതിൻ്റെ ചുറ്റും വരുന്നു. അപ്പോൾ ഇത് താൽക്കാലിക വിജയം നേടുന്ന ലൗകിക മൂല്യങ്ങളിൽ ഊന്നി നിൽക്കുന്ന സ്വാർത്ഥതയുടെ പര്യായമായ തിന്മയുടെ സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ എല്ലാം ഈ രക്ഷ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ, ആരാധന സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? കുഞ്ഞിനെ വിഴുങ്ങുന്ന ചിത്രം നമ്മുടെ രക്ഷ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നറിയുമ്പോൾ ആരാധന സമൂഹം വ്യാളി പ്രതിനിധാനം ചെയ്യുന്നതിനെല്ലാം എതിർക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾ അത് യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ തന്നെ രക്ഷയാണ് എന്നറിയുമ്പോൾ നമ്മൾ ജാഗ്രതയോടെയൊക്കെ നിൽക്കുക. അപ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ ഈ 2-ാമത്തെ പ്രതീകത്തിലൂടെ ഈ തിന്മയുടെ ശക്തികളെ വ്യാളിയുടെ ചിത്രത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ നിൽക്കണമെന്നാണ് ആരാധന സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത്. ഇനി ഇതിന് സമാന്തരമായിട്ട് ഇപ്പോൾ തിന്മയുടെ ശക്തികളൊക്കെ അവതരിപ്പിക്കുന്ന സമാന്തരമായിട്ട് പിന്നെ വീണ്ടും ആ സ്ത്രീയുടെ ചിത്രത്തിലേക്ക് കടന്നു വരുന്നു.
5-ാമത്തെ വാക്യം, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ ഒരു ആൺകുട്ടി പ്രസവിച്ചു. അപ്പോൾ ഇവിടെ ആ സ്ത്രീ ഒരു ശിശുവിന് ജന്മം കൊടുക്കുന്നത് ഇവിടെ വിവരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇസ്രായേലിൽ ജനിക്കുവാനിരിക്കുന്ന ആ മിശിഹായെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, രക്ഷകനായ യേശുവിൻ്റെ മനുഷ്യാവതാരം തന്നെ ഇത് അർത്ഥമാക്കുന്നു. അത് യേശയ്യായുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ അത് പ്രവചിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇനി അവിടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നവൻ, ആ മിശിഹ ആ യേശുവിൽ യാഥാർത്ഥ്യമാകുന്നു. മത്തായി 1:23 ആ മിശിഹായെ, ആ ജനിക്കാനിരിക്കുന്ന മിശിഹായെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാനിരിക്കുന്ന രക്ഷ തന്നെയാണ് ഇവിടെ ഈ ആൺകുട്ടി എന്ന പദത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഈ സിയോനെ ദൈവം രക്ഷിക്കുന്നതിന് പ്രതീകമായിട്ടും ശിശുവിൻ്റെ ജനനം പ്രവാചകൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സിയോനെ ദൈവം രക്ഷിക്കുന്നതിൻ്റെ പ്രതീകം. അപ്പോൾ ഇവിടെ ഒരു മെസ്സിയാനിക അർത്ഥം തന്നെയാണ് ഉള്ളത് എന്ന് വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നു. ഇവിടെ യേശയ്യ 66:7 ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ ഇവിടെ പ്രസക്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അത് ഹീബ്രു ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ ആ കുട്ടിയെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ആർസൻ എന്നാണ്. ആൺകുട്ടിയെ സൂചിപ്പിക്കാനായിട്ട് ആർസൻ, അതാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആൺകുട്ടിയെ സൂചിപ്പിക്കാനായിട്ട് ഗ്രീക്കിൽ ഹുയോസ് എന്ന് മാത്രം ഉപയോഗിക്കുള്ളൂ, അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ ഇവിടെ ഈ ഒരു പദം ആവർത്തിക്കുന്നു. അപ്പോൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹുയോൺ ആർസൻ. ഹുയോസ് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന് തന്നെയാണ് അർത്ഥം, ഒരാൺകുട്ടി. പക്ഷേ ആർസൻ എന്ന് പറയുന്ന ആ ഒരു പദം ഇവിടെ കൂട്ടിച്ചേർത്തി, അത് യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് വരാനിരിക്കുന്ന ആ മിശിഹ തന്നെയാണ്. അപ്പോൾ മെസ്സിയാനിക അർത്ഥം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാം. അപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു മിശിഹ, അപ്പോൾ മിശിഹായ്ക്ക് ജന്മം നൽകുന്ന ആ സ്ത്രീ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അത് പരിശുദ്ധ മറിയം യേശുവിന് ജന്മം കൊടുത്തു. പിന്നീട് ഇനി ഈ ശിശുവിനെ, ക്രിസ്തുവിനെ നമ്മൾ ലോകത്തിൽ കൊടുക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഇനി ഈ ശിശുവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ ഇവിടെ തുടർന്ന് പറയുന്നുണ്ട്. സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവൻ. അപ്പോൾ എന്താണ് ഈ അർത്ഥമാക്കുന്നത്? അവിടെയും തീർച്ചയായിട്ടും മെസ്സിയാനിക അർത്ഥം തന്നെയാണുള്ളത്. സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിൽ ഇത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജനതകളെ ഭരിക്കുന്ന മിശിഹായെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സങ്കീർത്തനം 2:9. ഇനി ഇതും ഗ്രീക്ക് പരിഭാഷയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ മിശിഹായെ ദൈവജനത്തെ സംരക്ഷിക്കുന്നവനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവൻ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്ന ദൈവജനത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ളവനാണ്, ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കുന്നവൻ. അപ്പോൾ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവനാണ് അവൻ. അപ്പോൾ ഇരുമ്പ് തണ്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവൻ. അപ്പോൾ എല്ലാ തിന്മകളെയും പരാജയപ്പെടുത്തി യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കും. അപ്പോൾ ആ ഒരു ശിശുവിന് ജന്മം കൊടുക്കുന്നതാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഇനി അവിടുന്ന് ദൈവരാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഈ രാജ്യത്തിൽ ഏവർക്കും പ്രവേശിക്കുവാൻ സാധിക്കും. കാരണം ഇതിൻ്റെ വാതിലുകൾ എല്ലാ ജനതകൾക്കായിട്ടും തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപാട് 21-ാം അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഇപ്പോൾ യോഹന്നാൻ സ്ത്രീയുടെ ആ ഒരു പ്രതീകത്തിന് ശേഷം സർപ്പത്തിൻ്റെ ആ പ്രതീകത്തിലേക്ക് കടക്കുന്നു. ഇനി ഈ
സർപ്പത്തിൻ്റെ പ്രതീകം അവതരിപ്പിച്ച ശേഷം സ്ത്രീ ഒരു ശിശുവിന് ജന്മം കൊടുക്കുന്നത് കാണുന്നു. അപ്പോൾ ഈ സർപ്പത്തിൻ്റെ തിന്മകളെല്ലാം ദൈവിക ശക്തികളെല്ലാം ദൈവിക രക്ഷയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ആ തിന്മയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ശിശുവിൻ്റെ ജന്മവും ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, രക്ഷ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഈ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ പോലും അത് പരാജയപ്പെടുമെന്നുള്ളത് തുടർന്നുള്ള ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.